30 to 4 persons. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മൾ വ്ളോഗ് രാവിലെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. 4 മണി 4:30 ആയിട്ടുണ്ട് ടൈം. കുട്ടികൾ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആകുന്നുണ്ട്. ഇന്ന് ഫാത്തിമാക്ക് ക്ലാസ് ഇല്ല കേട്ടോ. അപ്പം ആഹിലിനും ദുവാക്കും അവർക്കിങ്ങനെ ഇന്നത്തെ ദിവസം, അതായത് വ്ളോഗ് എടുക്കുന്ന ദിവസം ഖത്തർ നാഷണൽ ഡേൻ്റെ സെലിബ്രേഷൻ സ്കൂളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഡ്രസ്സൊക്കെ, അതായത് ഇങ്ങനെ തോബ് അല്ലെങ്കിൽ അബായ, ആ ഒരു അവരെ കൾച്ചറിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ട് പോവാം. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ടിട്ട് പോകാമെന്നുണ്ട്. അപ്പോൾ ഇവിടെ ആഹിലും ദുവയും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കലാണ്. ഇന്ന് കല്ലുമ്മക്കായ റെഡിയാക്കുന്നത് സ്കൂളിലേക്ക് ടിഫിനിലേക്ക് വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഇവർ ഒരുങ്ങിയതെല്ലാം വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് കഴിക്കാൻ ഞാൻ പൂരിയേന് കൊടുത്തിന്. അങ്ങനെ നല്ല ഭംഗിയുണ്ടേനു കാണാൻ, അങ്ങനെ ഒരുങ്ങിയിട്ടെല്ലാം. പിന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ സ്കൂളിൽ പോകാൻ ഇവർക്ക് നല്ല ഇൻട്രസ്റ്റ് കേട്ടോ. അപ്പോൾ ആഹിലിന് ഈ ഒരു തോബ് ഉണ്ടേനു, പക്ഷേ തലയിൽ ഇടുന്ന ആ ഒരു സംഭവവും കാര്യങ്ങളൊന്നും ഇല്ലേനു. അത് ഇന്നലെ നമ്മൾ പോയി വാങ്ങിച്ച്. പക്ഷേ ഇന്ന് കുറച്ച് കാറ്റും തണുപ്പെല്ലാം ഉണ്ട്. കാറ്റുള്ളതുകൊണ്ട് തന്നെ തലയിൽ അത് മര്യാദയ്ക്ക് നിൽക്കുന്നുമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഊരി പോകുന്നുണ്ട്. പിന്നെ അത്ര യൂസ്ഡും അല്ലല്ലോ. പിന്നെ ദുവാൻ്റെ ആണെങ്കിൽ ഈ ഓർണമെൻറ്റ്സ് എല്ലാം ഓളെടുത്ത് നേരത്തെ ഇല്ല. ഇതിന് മുന്നേ ഓൾ ഇതുപോലെ നാഷണൽ ഡേൻ്റെ സെലിബ്രേഷനിൽ ഇങ്ങനെ ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് പോലുണ്ട്. എനിക്ക് തോന്നുന്നു ഓളൊരു 2ാം ക്ലാസ് മുതലേ ഈ ഓർണമെൻറ്റ്സ് ഓളെ കയ്യിലുണ്ട്. ഇങ്ങനെയുള്ള ദിവസങ്ങളിലല്ലേ യൂസ് ചെയ്യുള്ളൂ. ബൈ ബൈ, ശ്രദ്ധിക്കണേ കൈ. ആയിഷാനെയും ദുവാനെയും ഈ ഒരു സ്ഥലത്ത് ഇറക്കി. ആഹിലിനെ വേറെ ഗേറ്റിലാട്ടോ. അപ്പം അവിടെ ഇറങ്ങിയ സമയത്ത് കുറേ മക്കളുണ്ട് കേട്ടോ ഇതുപോലെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട്. ഞാൻ പറഞ്ഞല്ലോ, കാറ്റുള്ളതുകൊണ്ട് തന്നെ അതിങ്ങനെ പാറിപ്പോകുന്നൊരു ടെൻഷനുണ്ട്. ഞാൻ നോക്കുമ്പോൾ വേറെയും മക്കളുണ്ട് ഇങ്ങനെ തലയിലും കൈ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നു. മാഷാ അല്ലാ, ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാ മക്കളെയും കാണാൻ. അങ്ങനെ അവരെ കൊണ്ടാക്കി പിന്നെ നേരെ നമ്മൾ പാർക്കിൽ വന്നിട്ടുള്ള കുറേ ദിവസമായിട്ടാണ് നമ്മളിങ്ങോട്ടേക്ക് വന്നിട്ട്. നല്ല തണുപ്പുള്ളപ്പോൾ വരില്ല. പിന്നെ കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസവും നമ്മളും ലീവ് എടുക്കും. ഇന്നിപ്പം ആളുകളും കുറച്ച് കുറവാണ്. ഇല്ലെങ്കിൽ പാർക്കിംഗ് ഒന്നും ഇങ്ങനെ കാലിയായിട്ടൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഇപ്പോൾ ഇവർ പുതിയതായിട്ട് എല്ലാം റിന്യൂ ചെയ്ത് കേട്ടോ. ഫ്ലോറിങ് അടക്കം എല്ലാം എക്യുപ്മെൻറ്റ്സ് എല്ലാം പുതിയ കൊണ്ട് വെച്ചാൽ. ഇന്ന് ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം തണുപ്പുണ്ട്. തണുപ്പും ചെറിയ കാറ്റും ഉണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. എനിക്ക് പൊതുവേ തണുത്ത ക്ലൈമറ്റിനെ ആട്ടോ ഇഷ്ടം, ചൂടിനേക്കാളും. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചപ്പാത്തിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാവെല്ലാം ഒന്ന് റെഡിയാക്കട്ടെ. ചപ്പാത്തിക്ക് കുഴക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ചപ്പാത്തിന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം. പരത്തലും ചുടലൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ പരത്തിയാലും എനിക്കങ്ങനെ എപ്പോൾ റൗണ്ടായിട്ടൊന്നും കിട്ടുമൊന്നുമില്ല കേട്ടോ. അത് വേറെ കാര്യം. ഞാൻ അധികവും കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് റോൾ ചെയ്തെടുക്കൽ. എനിക്കതിൻ്റെ ആ ഒരു ബോർഡിൽ വെച്ചിട്ട് റോൾ ചെയ്യുമ്പോൾ എനിക്കെന്തോ ഒരു എന്താ പറയുക, കറക്റ്റായിട്ട്, ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കറക്റ്റ് റൗണ്ടൊന്നും കിട്ടില്ല. മാത്രമല്ല എനിക്കൊരു ഏലുണ്ടാവില്ല. ഈ പൊറോട്ട, ചപ്പാത്തി, പിന്നെ റുമാലി റൊട്ടി, അതൊക്കെ ഇങ്ങനെ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് അവിടെ നിന്ന് ചെയ്താൽ മതിയല്ലോ. അപ്പം ഞാനങ്ങനെ തന്നെ ചെയ്യൽ.
അപ്പോൾ കല്ല് ഞാൻ ചൂടാൻ വെച്ചിനു. അത്യാവശ്യം നല്ല ചൂടിൽ ചപ്പാത്തി ചുട്ടെടുക്കുന്നതായിരിക്കും നല്ല. പിന്നെ ചുട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും അത് നന്നായിട്ട് അടച്ച് വെക്കുക, എന്നാൽ തന്നെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ സാധാ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കൽ. കുറേ നേരം മുന്നേ ഒന്നും ഇങ്ങനെ ഡോ റെഡിയാക്കി വെക്കലൊന്നുമില്ല. ഓർമ്മ വരുന്ന സമയമാണെങ്കിൽ ചിലപ്പോൾ മുന്നേ ആക്കും, ഇല്ലെങ്കിൽ അന്നേരം അങ്ങനെ റെഡിയാക്കി എടുക്കലാണ്. റൈസ് ഖാൻ്റെ ചായ റെഡിയായി. ഇനിയിപ്പോൾ ഇവിടെയെല്ലാം ഒന്ന് തുടച്ചെടുക്കട്ടെ. ഞാൻ അതുപോലെ ചപ്പാത്തി പരത്തുന്ന സമയത്ത് ഓയിലാട്ടോ യൂസ് ചെയ്യുക. എനിക്ക് ഈ പൊടിയിൽ പരത്തുന്ന ഇഷ്ടമല്ല, കൈക്ക് എന്തോ പോലെയാവും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പത്തിരി ഉണ്ടല്ലോ, പൊടി ഇങ്ങനെ ആക്കിയിട്ട് പത്തിരി ചുടൂലേ, അതും എനിക്കെന്തോ ഇഷ്ടമില്ല കേട്ടോ. ഞാൻ അധികവും പത്തിരി അപൂർവമായിട്ട് ആക്കുക. നൈസ് പത്തിരി ഉണ്ടല്ലോ, അത് ആക്കുന്നുണ്ടെങ്കിൽ തന്നെ ഓയിലിൽ ഇതാക്കിയിട്ടാണ് പരത്തൽ. ഞാൻ എൻ്റെ തരികിട കോഫി എടുക്കുന്നുണ്ട്. തരികിട കോഫി എന്ന് പറയാൻ കാര്യം, ഞാൻ പാല് മൈക്രോവേവിൽ ചൂടാക്കിയിട്ട് എളുപ്പത്തിൽ ആക്കുന്ന ആ ഒരു സംഭവം കേട്ടോ. ചിലപ്പോൾ ഞാൻ റൈസ് കാക്ക് ചായ ആക്കുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പാല് ചൂടാക്കിയിട്ട് അങ്ങനെ ഒഴിക്കലുണ്ട്. ചില സമയത്ത് മറന്നു പോയിട്ട് അതിലേക്ക് തന്നെ ഞാൻ ചായപ്പൊടി ഇടലും ഉണ്ട്. അപ്പോൾ അങ്ങനെ പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സെപ്പറേറ്റ് തന്നെ ആക്കും. അപ്പോൾ ഞാൻ പൂരിയാട്ടാണ് കഴിക്കുന്നത്. കുട്ടികൾക്ക് രാവിലെ കൊടുത്തതിൽ അവർ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിച്ചിട്ട് വേണമെങ്കിൽ ചപ്പാത്തി തിന്നാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. ഇവിടെ റൈസ് കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി. എനിക്കങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. 3 നേരവും ചപ്പാത്തി കിട്ടിയാൽ അത്രയും സന്തോഷം. അങ്ങനെ കേട്ടോ. ഉച്ചയ്ക്ക് ചോറിനെല്ലാം പകരം ചപ്പാത്തി കൊടുത്താൽ മതി. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ആക്കിനേനു. ഉച്ചക്കും വേണമെങ്കിൽ എടുക്കാമെന്നുള്ളതുകൊണ്ട്. നമ്മളെ ഫുഡ് കഴിക്കെല്ലാം കഴിഞ്ഞ് റൈസ് ഓഫീസിൽ പോയി. ഫസ്റ്റത്തെ പരിപാടി അലക്കാനിടലാണ്. അപ്പം അതിട്ടിട്ടുണ്ട്. ഇനിയിപ്പം മൊത്തത്തിൽ ക്ലീൻ ആക്കില്ല. ഇന്ന് തുടക്കാനൊന്നുമില്ല, ജസ്റ്റ് അടിച്ച് വരിക. പിന്നെ പ്ലാന്റ്സ് എല്ലാം ഒന്ന് വെയിൽ കൊള്ളിക്കാൻ വെക്കണം. വെയിൽ കൊള്ളിക്കാന്ന് വെച്ചാൽ ജനലിൻ്റെ അടുത്ത് സൺലൈറ്റ് കിട്ടുന്നിടത്തേക്ക് കൊണ്ടുവെക്കുക. കിച്ചണിലൊന്നും അങ്ങനെ കാര്യമായിട്ട് സൺലൈറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെയുള്ള കുറച്ച് പ്ലാന്റ്സ് എല്ലാം ഉണ്ട്, അതെല്ലാം അങ്ങനെ കൊണ്ടുവെക്കുക. വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഇതാ ഈ ഒരു സൈഡ് കുറേ ആയി ഇങ്ങനെ കിടക്കുന്നത്. ഒന്നാമത് ഞാൻ അവിടെ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യില്ല. അപ്പോൾ കുട്ടികളെ ഫെയർവെല്ലിനേക്കുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്യലും സ്റ്റിച്ച് ചെയ്യലെല്ലാം ഇവിടെ നിന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം അതിൻ്റെ സംഭവങ്ങൾ തേച്ച് ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് അങ്ങ് ക്ലീൻ ആക്കാമെന്ന്. അപ്പോൾ എൻ്റെ പഴയ ലിവിങ് റൂമിൻ്റെ ആ ഒരു ഏരിയ കണ്ടിട്ടുണ്ടാവുമല്ലോ. 2 വോളും കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ആയതുകൊണ്ട് നല്ല വെളിച്ചേനു. ഇവിടെ ഈ ഒരു വിൻഡോ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്ര വെളിച്ചേ കിട്ടുള്ളൂ. അതന്നെ ഫുള്ളായിട്ട് ഓപ്പണും അല്ല. അതിൻ്റെ നേരെ അപ്പുറത്ത് കാണുന്ന വിൻഡോ നമ്മളെ വാഷ്റൂമിൻ്റെ തന്നെയാണ്. പിന്നെ മഴ പെയ്യുമ്പോഴെല്ലാം നല്ല രസമായിരിക്കും. ഇവിടെ സാധനങ്ങളെല്ലാം കൊണ്ടുവെക്കുന്ന സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പിന്നെ ഇതുവരെ പെയ്തിട്ടില്ല. നമ്മളെ നടുമുറ്റത്ത് നല്ല ഇങ്ങനെ നടുമുറ്റം ആ ഒരു കൺസെപ്റ്റിൽ മഴ പെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഏകദേശം അതുപോലെ ഉണ്ടാവും. കാര്യം 4 സൈഡും കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വോളും പിന്നെ കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ആകാശം കാണാൻ പറ്റുന്ന. അപ്പോൾ അതിലേക്കൂടെ കുറച്ച് മഴ പെയ്യുന്നതാണ് മഴ കിട്ടും, ഇല്ലെങ്കിൽ കുറച്ച് ഇതുപോലെ വെളിച്ചെല്ലാം കിട്ടും. ഇനി ഇതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഒന്ന് അടിച്ച് വരാം. അതാണ് മെയിനായിട്ടുള്ള. ആഹിൽ അധികവും ഓനിപ്പം ഡ്രോയിങ് ആണ് മെയിനായിട്ട്. അതും കോമിക് ഐറ്റംസാണ് വരയ്ക്കുക. അപ്പോൾ ഓനിക്കിങ്ങനെ നിലത്തുനിന്ന് വരക്കുന്ന ഒരു ശീലമാട്ടാ. ടേബിളിലിരിക്കും അങ്ങനെയൊന്നുമില്ല, നിലത്ത് ഇങ്ങനെ കുറേ പേപ്പേഴ്സ് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോന്നിങ്ങനെ വരച്ച് അങ്ങനെ പോകും. അപ്പോൾ രാവിലെ മെയിനായിട്ട് എനിക്ക് ക്ലീൻ ആക്കാനുണ്ടാവും അങ്ങനെയുള്ള കുറച്ച് പേപ്പേഴ്സും പിന്നെ അവർ രാവിലെ ഇട്ട ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തു വെക്കാനും അതൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടാവുക. പിന്നെ ഇതുപോലെയുള്ള സോഫയിൽ വെച്ചിട്ടുള്ള പില്ലോസ്. അപ്പോൾ ചില സമയത്ത് ഞാൻ വിചാരിക്കും ഈ പില്ലോ എല്ലാം എടുത്തങ്ങ് മാറ്റിയാലോ എന്ന്. കാര്യം അങ്ങനെ ഇങ്ങനെയെല്ലാം ഇട്ടിട്ടുണ്ടാവുക. പിന്നെ ഇത് വെക്കുന്നതും നല്ല രസമല്ല കാണാൻ. എല്ലാം ഒരുക്കി പിന്നെ എല്ലാം ഒരുക്കി സെറ്റാക്കി കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ തന്നെ വെക്കും.
ഇന്ന് പിന്നെ തുടക്കുന്ന ദിവസമല്ല, ഞാൻ ഡെയിലി അങ്ങനെ തുടക്കലൊന്നുമില്ല. ചിലപ്പം ഒന്നരാടം തുടക്കും, ഇല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ അങ്ങനെ. കിച്ചൺ ഡെയിലി തുടക്കും. ചിലപ്പോൾ ഇങ്ങനെ പാത്രമെല്ലാം കഴുകിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റി വെക്കുമ്പോൾ എല്ലാം വെള്ളം അങ്ങനെയെല്ലാം ആയിട്ട്. ഇനിയിപ്പോൾ എനിക്കിതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്ലാന്റ്സിനെല്ലാം കുറച്ച് വെയിലെല്ലാം കൊള്ളിക്കാനുണ്ട്. ഇതിപ്പം ബെഡ്റൂമിൻ്റെ ആ ഒരു വിൻഡോയിൽ കൂടെ നല്ല സൺലൈറ്റ് കിട്ടും. ചിലപ്പോൾ ഞാൻ വിൻഡോ തുറന്നിടും, ഇല്ലെങ്കിലും ഇതുപോലെയുള്ള സൺലൈറ്റ് കിട്ടിയാലും മതിയല്ലോ. കിച്ചണിലൊന്നും കാര്യമായിട്ട് വെളിച്ചമില്ലാത്തതുകൊണ്ട് അവിടെയെല്ലാം വെച്ച കുറച്ച് ഇതുപോലെയുള്ള പ്ലാന്റ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഞാനൊന്ന് ഇങ്ങനെ ഈ ടേബിളിൽ നിരത്തി വെക്കുന്നുണ്ട്. കുറച്ചെങ്കിലും അവർക്ക് ആ ഒരു ലൈറ്റ് കിട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു. ഇനി ഞാനിപ്പോൾ ഈവനിങ്ങിൽ എടുത്തിട്ട് മാറ്റി വെക്കുള്ളൂ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് പുട്ട് കുറ്റിയാട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് കുറേ മുന്നേ കൊണ്ടുവന്നു. എനിക്കൊന്ന് 1 പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് ഞാൻ അതിൽ പുട്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്യാണ്ടിരുന്നപ്പം എനിക്ക് തന്നെ തോന്നി, എന്നാൽ പിന്നെ കുറച്ചിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ബോട്ടിൽ വെച്ചിട്ട് അതിൽ വെള്ളത്തിലാട്ടോ ആ ഒരു മണി പ്ലാന്റ് ഇട്ട് വെച്ചിന്. കുറച്ച് പ്ലാന്റ്സിലെല്ലാം ലീഫിലെല്ലാം കുറച്ച് അധികം പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അധികം ഇതുപോലെ കൊണ്ടുവച്ചിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. അതാകുമ്പോൾ എല്ലാ ലീഫിലും ഓരോരോ ലീഫായിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കുന്നതിലും കുറച്ചും കൂടി ഈസി അല്ലേ. അപ്പോൾ അങ്ങനത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചിക്കൻ പെരട്ട്, ചിക്കൻ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ കുറച്ച് ഗ്രേവിയിൽ ഇങ്ങനെ പൊതിഞ്ഞ പോലെ ആയിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. അതും പിന്നെ ബ്രോക്കോളി ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ കുറച്ച് മുന്നേ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ നേരത്തെ എടുത്തു വെക്കാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ഐസ് മാറിക്കിട്ടാൻ കുറച്ച് ലേറ്റായി. ഞാൻ ഫസ്റ്റ് തന്നെ ചിക്കൻ ഇങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കട്ടെ. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ബാക്കി പൊടികളെല്ലാം ഇട്ടിട്ട് ഒന്നങ്ങ് മിക്സാക്കി വെക്കുന്നുണ്ട്. ഇന്നലെ ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിനേനു. ഇവിടെ കുട്ടികൾക്കെല്ലാം ഇഷ്ടമാണ്. ഇത് 2 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സെറ്റായോ എന്നെല്ലാം. ചിക്കൻ റെഡിയാക്കി തുടങ്ങാം. ഞാൻ ഫസ്റ്റ് തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിന്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും ബേ ലീഫും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്തിട്ട് ആ ഒരു മണം വരുമല്ലോ, അന്നേരം ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പുറത്ത് തന്നെ ഞാൻ ബ്രോക്കോളീൻ്റെ പാനും വെച്ചിന്. അത് ഈ പറഞ്ഞ പോലെ ബ്രോക്കോളി ആദ്യം തന്നെ കഴുകി നല്ല ചൂടുവെള്ളത്തിലൊന്ന് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കണേ. അതിന് ശേഷം ഞാൻ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കും. പിന്നെ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്നങ്ങ് സോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ബോയിൽ ചെയ്ത പോലെ ആയാൽ കുട്ടികൾ കഴിക്കില്ല. കുറച്ചൊന്ന് ഇങ്ങനെ ഫ്രൈ ആക്കിയ പോലെ കിട്ടണം, എന്നാൽ അവർ കഴിച്ചോളും. അപ്പം ഞാൻ അധികം ഇതുപോലെയുള്ള
സംഭവങ്ങളൊക്കെ ഈ കടായിൽ തന്നെ ആട്ടാക്കുക. ഒന്നാമത് നല്ല ടേസ്റ്റും ഇരിക്കും. ഇല്ലെങ്കിൽ പിന്നെ അത്യാവശ്യം വലിയ സൈസിലുള്ള മൺചട്ടി ഇട്ടണം. എൻ്റെ അടുത്ത് ചെറുതേ ഉള്ളൂ. ഇതാകുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കാനും എല്ലാം നല്ല. പിന്നെ തീയാണെങ്കിലും നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണ്ട. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ചൂടിങ്ങനെ നിൽക്കും. ഉമ്മ എനിക്ക് നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടു കേട്ടോ. അത്യാവശ്യം വലിയ സൈസാണ്. കുറച്ചധികം ക്വാണ്ടിറ്റിയെല്ലാം ഉണ്ടാക്കാനും നല്ല ഇത്. ഇനിയിപ്പോൾ ഇതാ പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. എൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി ഇല്ലാത്തതുകൊണ്ട് സാദാ ചില്ലി പൗഡറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം എരിവുണ്ട്. ഇവിടെ ചെറിയ മൂന്നാക്ക് എരിവ് തീരെ പറ്റൂല. പിന്നെ എനിക്കും റൈസ്ക്കാക്കും ഫാത്തിമാക്കും കുഴപ്പമില്ല, നമ്മൾ എരിഞ്ഞാലും കൂട്ടും. അപ്പം ഞാൻ അധികം മുളക് പൊടി ഇട്ടിട്ടില്ല. എന്നാലും ഇത് ഒരു സ്പൂൺ ഇടുമ്പം തന്നെ നല്ല എരിവ ഇത്. ഇനിയിപ്പോൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. ചിക്കനും ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കേട്ടോ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഒരു തക്കാളി ഒക്കെ മതിയാവും, ഒരു മീഡിയം സൈസ് തക്കാളി മതി. പിന്നെ അതിലേക്ക് കറിവേപ്പില എത്ര ചേർത്താലും നല്ല. അതിൻ്റെ ഒരു ഫ്ലേവർ എനിക്കിഷ്ടമാണ്, ഞാൻ അധികം ചേർക്കലുണ്ട്. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ഭയങ്കര എന്താ പറയുക 2 or 3 ഇവിടെ ചില സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയാൽ മര്യാദയ്ക്കുള്ള കറിവേപ്പില കിട്ടൂല. അധികം അതിൻ്റെ ഉള്ളിൽ അവരിങ്ങനെ പാക്കറ്റ് ആക്കിയിട്ടല്ലേ വെക്കുക. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലീഫ് കറുത്തതും അങ്ങനെയല്ല ഉണ്ടാവുക. ചില സമയത്ത് നല്ല അടിപൊളി കറിവേപ്പില കിട്ടും. അന്നേരം പിന്നെ ലാവിശായിരിക്കും. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിന്. എരിവുണ്ട്, എന്നാലും കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ വന്നാൽ നല്ലതല്ലേ. ചിക്കൻ എന്നുള്ള ആ ഒരു വെള്ളം ഇറങ്ങി വരും. എന്നാലും ഞാൻ അടിക്ക് പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുണ്ട ചിക്കന്ന് വെള്ളം ഇറങ്ങി വന്നതിന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിന് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാ. ഇനി ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം നല്ലോണം ഇങ്ങനെ ചിക്കൻ പെരട്ടായിട്ട് കിട്ടും. ഇതുപോലെ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ചിക്കനും അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട്. അധികം ഗ്രേവി ഉണ്ടാവില്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഇങ്ങനെ ചിക്കനിൽ ഗ്രേവി കോട്ട് ചെയ്ത് നിൽക്കുന്ന പോലെ ഇതുണ്ടാവുക. അപ്പം കറി റെഡിയായിന് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. അപ്പോൾ ഇത് അത്യാവശ്യം എരിവുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കറിയാം കുട്ടികൾ കൂട്ടലുണ്ടാവില്ല. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നല്ല കട്ടി തേങ്ങാപ്പാലെല്ലാം മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെച്ചിനേനു അവർക്ക് കഴിക്കാൻ. പിന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ നിങ്ങൾ ചെയ്യലുണ്ടോ? ഞാൻ നമ്മൾ ഇറച്ചി വരട്ടിയതിൻ്റെ ചട്ടിയും അല്ലെങ്കിൽ ഇങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് ചോറിട്ടിട്ട് അതിൽ പെരക്കിയിട്ട് ചിലപ്പോൾ കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കൈയും കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല, നല്ല ചൂട്. അപ്പോൾ അങ്ങനെ സ്പൂണും കൊണ്ട് മിക്സ് ആക്കിയതാണ്. പിന്നെ അധികവും ഇത് കഴിക്കാൻ ഇഷ്ടമല്ല. ഞാൻ കഴിക്കുന്ന സമയത്ത് വരിക ആയിഷ. ഇന്നിപ്പോൾ കറക്റ്റ് സമയത്ത് റൈസ്ക്ക് വന്നിട്ടുണ്ട്. ഇന്ന സമയത്ത് തന്നെ റൈസ്ക്ക് പറയുന്നുണ്ട് നല്ല എരിവുണ്ട് എന്ന്. ശരിയെന്നെ അത്യാവശ്യം എരിവുണ്ട്. പിന്നെ മക്കൾക്ക് ആ ഒരു കറി അങ്ങനെ മിക്സ് ചെയ്ത് റെഡിയാക്കിയോണ്ട് ഒരു സമാധാനം. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എരിവെല്ലാം കുറച്ചിട്ട് ഈ ഒരു ചിക്കൻ പെരട്ടൊന്ന് റെഡിയാക്കി നോക്കുക. എൻ്റെ അടുത്തുള്ള ആ മുളക് പൊടി അത്യാവശ്യം നല്ല എരിവാണ്, അതാണ് പറ്റിയത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം ഇൻഷാ അല്ലാ. ബൈ ബൈ.